കില്ലാടികളെ എപ്സ്റ്റൈൻ ഫയൽസ് എന്ന വിഷയത്തിനെക്കുറിച്ച് വലിയ ഐഡിയയിലാണ് നിൽക്കുകയായിരിക്കും എല്ലാവരും ഇല്ലടല്ല. ഞാനും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് കുറേ ഫോട്ടോസ് വരുന്നു, കുറേ നമ്മുടെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ പലതരം ഫയൽസ് വരുന്നു. എന്ന് വെച്ചാൽ അവരുടെ നിൽക്കുന്ന ഒരു കുറച്ച് ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് വരും. നമ്മുടെ എന്തിനു പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി സാറിന്റെ ഫോട്ടോസും വരുന്നില്ല. അപ്പൊ നമുക്കത് വെച്ചാൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താ സംഭവം എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നൊക്കെ. ഞാൻ കുറേ അന്വേഷിച്ചില്ല, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഞാൻ അതിൽ കുറച്ച് സംഭവങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അതൊന്നും മനസ്സിലായ ഒരു കാര്യമാണില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പേഴ്സണലി എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ നിങ്ങളും ഇത് കണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇല്ലടല്ല. ഇത് കണ്ട് ഉറപ്പായ ഒരു ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചത് കുറേ പേര് ഇതിന് വീഡിയോ ചെയ്തില്ല. അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ പ്രമുഖരായ വേൾഡിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായ അവരൊക്കെ പോയിട്ട് അവിടെ ഒരു പാർട്ടി എന്ന പേരിൽ ഇല്ലാതെ ഒരു ഐലാൻഡിൽ നമ്മുടെ എപ്സ്റ്റീൻ്റെ ഒരു ഐലാൻഡ് ഉണ്ട്, പ്രൈവറ്റ് ഐലാൻഡ്. അവിടെ പോയിട്ട് അവിടെ പാർട്ടി എന്ന പേരിൽ അവിടെ പോയിട്ട് അവിടെ വെച്ച് കുട്ടികളെ ഒരു 10 മുതൽ 20 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഐലാൻഡിൽ അങ്ങനത്തെ കുട്ടികളാണ് മനസ്സിലായി. അവരവിടെ പിടിച്ചു വെച്ചിട്ട് പലതരത്തിലുള്ള ഡ്രഗ്സിന്റെ പരിപാടി, പലതരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാർട്ടി നടത്തിയില്ല. അതാണ് സംഭവം അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ. ഇപ്പൊ നമ്മുടെ ഈ ട്രംപ് കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ വലിയ വലിയ ആൾക്കാരില്ല, വേൾഡിലെ ഏറ്റവും വലിയ ആൾക്കാരൊക്കെ, ഭയങ്കര പൈസയുള്ള ആൾക്കാരൊക്കെ. ഇതാണ് സംഭവം. ഇതെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് ജയിലിൽ നിന്ന് മരിച്ചു. ഈ ഇടയ്ക്കാണ് കുറച്ച് കാലം മുമ്പ് ജയിലിൽ നിന്ന് മരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരു സംഭവം ഇല്ല റൂൾസ്. അത് വെച്ചാൽ എന്ത് തെറ്റ് ചെയ്താലും ഈ പുള്ളിക്കാരാണ് ഇത് ഈ ഐലാൻഡ് കൊണ്ട് നടക്കുന്നതും ഇത്രയും കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കുന്നതൊക്കെ മനസ്സിലായില്ലേ. പുള്ളിക്കാരാണ് ഇതിന്റെ ഒരു ഏജന്റ്, ഒരു സെക്സിന്റെ ഒക്കെ ഡീലർ വേണമെങ്കിൽ എന്ന് പറയാം. സെക്സിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കൊടുക്കില്ല, ഇല്ലാടല്ല കുട്ടികളെ പെണ്ണിനൊക്കെ അങ്ങനത്തെ ഡീലർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പുള്ളിക്കാരൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ മനസ്സിലായ ശേഷം നേരെ ജയിലിൽ പോയി കീഴടക്കാണ്. ഇതെന്നെ സംഭവിച്ചു. ഇവരൊക്കെ ഈ പാർട്ടിക്ക് വിളിക്കുന്ന പുള്ളിക്കാരൻ എന്തിനു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് പല സംഭവങ്ങൾ, ഡ്രഗ്സ് കാര്യങ്ങൾ പലതൊക്കെ ഈ നാട്ടിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇവരെ പാർട്ടിയൊക്കെ വരുന്നു, ഇവരുടെ സംഭവങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇവരെ കുട്ടികളോട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക. മനസ്സിലായി, ഈ പ്രമുഖരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. എന്നിട്ട് അതിന്റെ ത്രൂ പൊളിറ്റീഷ്യനും അതിന്റെ ത്രൂ ഒക്കെ പുള്ളിക്കാരൻ പലതരം കച്ചവടങ്ങൾ നടത്തുക. കച്ചവടം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് തന്നെ ഇടല്ലോ, മെയിൻ പരിപാടി ഡ്രഗ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു ഡെത്ത് വാണിംഗ് വന്നു. എന്ന് വെച്ചാൽ ഇവർ ഇത്രയും വലിയ പൈസയുള്ള ആൾക്കാരാണല്ലോ. സോ അവർ ഡെത്ത് വാണിംഗ് ചെയ്തു. ഡെത്ത് വാണിംഗ് ചെയ്തപ്പോൾ സമയത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേരെ ജയിലിൽ പോയി സറണ്ടർ ആവാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിലെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ജയിലിൽ പോയിട്ട് നമ്മളെ സത്യം പറഞ്ഞ് നമ്മൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് മോചനം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെ ശിക്ഷയിൽപ്പെടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരൻ ടാക്ടിക്സ് നടത്തി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലായി പുറത്തു പോയാൽ രക്ഷപ്പെടില്ല. അപ്പൊ പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് സൂസൈഡ് ചെയ്തു, ജയിലിൽ തന്നെ സൂസൈഡ് ചെയ്തു എന്നാണ് ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കുറെ വിഷ്വൽസും കാര്യങ്ങളും ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അടിയിലല്ലേ. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് നമ്മുടെ തമിഴ് മച്ചാൻ പറയാനില്ല, പുള്ളിക്കാരത്തിന്റെ ഒരു ആണി പേര് തൊട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കി പറയാം. போன வருஷம் நவம்பர்ல ஆரம்பிச்சு இப்போ வரைக்குமே வேர்ல்டு வைடா ஹாட் டாபிக்கா ஒரே ஒரு விஷயம் தான் போயிட்டு இருக்கு, எப்ஸ்டைன் ஃபைல்ஸ். அப்படி இந்த ஃபைல்ஸ்ல என்னதான் இருக்கு? மைக்கேல் ஜாக்சன்ல இருந்து ஆரம்பிச்சு பில் கேட்ஸ், ஸ்டீஃபன் ஹாக்கிங், டொனால்ட் ட்ரம்ப், ஏன் சில இடத்துல மோதியோட பேரே அடிபடுதுங்க. கைஸ், மிஸ்ட்ரி டாபிக் பேசி ரொம்ப நாள் ஆச்சு, இன்னைக்கு பேசலாமா? நான் உங்க ஷான் மைக்கேல், வெல்கம் பேக். பொதுவாக ஒரு ஸ்டோரியை பாதியில் இருந்து கேட்டால் நமக்கு ஒன்றுமே புரியாது. அதுவும் இந்த மாதிரி மிஸ்ட்ரியான டாபிக்லாம் அதோட ஆணிவேர்லேருந்து ஆரம்பிக்கணும். எப்ஸ்டைன் ஃபைல்ஸோட ஆணிவேர் ஜெஃப்ரி எப்ஸ்டைன் அப்படின்றவர் அமெரிக்காவில் இருக்கிற நிறைய பாலிட்டிஷியன்ஸ் அண்ட் பிஸ்னஸ் மேன்ஸ்க்கு புரோக்கராக ஒர்க் பண்ணியிருக்காரு. அண்ட் அவர் செக்ஸ் டிராஃபிக்கிங் அப்படின்ற ஒரு மேட்டர்லையும் இன்வால்வ் ஆகி பல முறை அரெஸ்ட் ஆயிருக்காரு. அரெஸ்ட் ஆனதுக்கப்புறமும் அவரோட மணி அண்ட் பொலிட்டிக்கல் பவரை வச்சு அவர் வெளியே வந்துடுறாரு. வெளியே வந்ததுக்கப்புறம் இந்த பிஸ்னஸ் இன்னும் பெருசாக்கணும் அப்படின்னு சொல்லிட்டு நிறைய பிஸ்னஸ் மேன் அண்ட் பொலிட்டிஷியன்ஸ்குள்ள இன்ஃப்ளூயன்ஸ் ஆகி நிறைய இல்லீகல் ஆக்டிவிட்டீஸ்குள்ள இன்வால்வ் ஆகுறாரு. இல்லீகல் பிஸ்னஸ்குள்ளெல்லாம் போய் அவர் நிறைய சம்பாதிக்கிறாரு. அந்த சம்பாதிச்ச காசை வச்சு தனியாக ஒரு ஐலாண்ட் வாங்குறாரு. அந்த ஐலாண்ட் பேர் தான் எப்ஸ்டைன்ஸ் ஐலாண்ட். அந்த ஐலாண்ட்ல வருஷத்துல எதனா ஒரு டேட்டை டார்கெட் பண்ணி அந்த டேட்ல வேர்ல்ட்ல இருக்கிற மோஸ்ட் ப்ரிவிலேஜ்ட் அண்ட் பவர்ஃபுல் பர்சன்ஸ் எல்லாம் சேர்ந்து பார்ட்டி பண்ணுவாங்க. பார்ட்டி தானே பண்றாங்க அப்படின்னு சொல்லிட்டு நம்ம சாதாரணமா போயிட முடியாது. ஏன்னா இங்க இருந்து தான் அந்த பிரச்சனையே ஆரம்பிக்குது. அந்த பார்ட்டியில நிறைய இல்லீகல் ஆக்டிவிட்டிஸ் நடந்திருக்கு. ட்ரக்ஸ் யூஸ் பண்ணிருக்காங்க, பொண்ணுங்களை தப்பா யூஸ் பண்ணிருக்காங்க. அதுவும் அந்த பொண்ணுங்க எல்லாம் 10ல இருந்து 20 வயசுக்குள்ள இருக்கிற மைனர்ஸ். இதெல்லாம் எதுக்கு ஜெஃப்ரி எப்ஸ்டைன் அப்படின்றவங்க பண்றான் அப்படின்னு சொல்லிட்டு பாத்தீங்கன்னா, அந்த பார்ட்டியில கலந்துக்கிற அந்த பவர்ஃபுல் பிரிஸ்டேஜ் பீப்புள்ஸ் எல்லாம் அவங்க தனியா இருக்கும் போது அந்த ட்ரக்ஸ் யூஸ் பண்ணும் போதோ இல்ல அந்த பொண்ணுங்க கூட தப்பா இருக்கும் போதோ அந்த போட்டோஸ் எல்லாம் எடுத்து வச்சு அதுக்கப்புறம் இவனுக்கு எதனா ஒரு வேலை வேணும்னா அந்த போட்டோவை வச்சு அவன் பிளாக்மெயில் பண்ண ஆரம்பிச்சிருக்கான். ஜெஃப்ரி எப்ஸ்டைன் இந்த மாதிரி நிறைய பிளாக்மெயில்ஸ் பண்ண ஆரம்பிக்கும் போது இவனுக்கு நிறைய மோஸ்ட் பவர்ஃபுல் பீப்புள்ஸ் கிட்ட இருந்து டெத் வார்னிங் வந்திருக்கு. இந்த வார்னிங் எல்லாம் பயந்து ஜெஃப்ரி எப்ஸ்டைன் ஒரு நாள் கோர்ட்ல போய் சரண்டர் ஆகிறான். நான் எல்லா உண்மையும் சொல்லிடுறேன் அப்படின்னு சொல்லிட்டு. பொதுவாக அமெரிக்கால அவன் எவ்வளவு பெரிய தப்பு பண்ணாலும் எல்லா உண்மையும் சொல்லி சரண்டர் ஆனா அவனுக்கு எந்த ஒரு பனிஷ்மெண்ட்டும் இருக்காது. ஸோ அந்த மாதிரி ஜெஃப்ரி எப்ஸ்டைன் ஒரு நாள் போய் கோர்ட்ல எல்லா உண்மையும் சொல்றேன்னு சொல்லிட்டு சரண்டர் ஆயிருக்கான். சரண்டர் ஆன ஜெஃப்ரி எப்ஸ்டைன் ஆகஸ்ட் 10, 2019
கில்ட்டில் தூக்கு போட்டு செத்துட்டாரு அப்படின்னு சொல்லிட்டு ஒரு நியூஸ் வருது. நியூஸை கேட்ட உடனே மொத்த அமெரிக்காவும் கோவப்பட்டுச்சு, அமெரிக்கன் கவர்மெண்ட் மேல சந்தேகப்பட்டுச்சு. இந்த இன்சிடென்ட்க்கு அப்புறம் மொத்த அமெரிக்காவே கோவப்பட்டு, இல்ல இந்த டெத்தில் எங்களுக்கு வந்து ஒரு சந்தேகம் இருக்கு, அது நீங்களா தான் பண்ணிருக்கீங்க, இப்போ எங்களுக்கு அது வேணாம், ஆனா அவர்கிட்ட இருக்கிற அந்த ஃபைல்ஸ் இருக்கு இல்லைங்களா, அது எல்லாத்தையும் ரிலீஸ் பண்ணுங்க அப்படின்னு சொல்லிட்டு ப்ரெஷர் போடுறாங்க. அமெரிக்கன் கவர்மெண்ட்ஸ் இதை பெருசா வந்து கண்டுக்கல. அதுக்கப்புறம் சில வருஷம் கழிச்சு, போன வருஷம் தான் 2025 நவம்பர் அன்னைக்கு 1% ஆஃப் தி ஃபைல்ஸை வந்து ரிலீஸ் பண்றாங்க. அந்த 1% ஃபைல்ஸ் எவ்வளோ இருக்கு அப்படின்னு சொல்லிட்டு பார்த்தீங்கன்னா 12,285 ஃபைல்ஸ் பப்ளிக்காக வந்து பப்ளிஷ் பண்ணியிருக்காங்க. அந்த 1% 12,000 ஃபைல்ஸ் அப்படின்னா அப்போ ஓவராலாக எவ்வளோ ஃபைல்ஸ் இருக்கு அப்படின்னு கேட்டிங்கன்னா ஓவராலாக 2 மில்லியன் ஃபைல்ஸுக்கு மேலே இருக்கு. அமெரிக்கன் கவர்மெண்ட்ஸ் இன்னும் ரிலீஸ் பண்ணாத வச்சிருக்காங்க. இப்போ ரிலீஸ் ஆயிருக்கிற அந்த 1% 12,000 ഫയൽസ് എല്ലാമേ ഡിപ്പാർട്ട്മെന്റ് ഒരു പെർസെന്റേജ് ഇപ്പൊ ആ ഒരു വിഷയം പുള്ളിക്കാരന്റെ ആ ഒരു പെർസെന്റേജ് ഇപ്പൊ മറ്റേ മരിച്ചല്ലോ, ജെഫ്രിൻ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മരിച്ചു, തൂക്കിലായി മരിച്ചു എന്നാ പറയുന്നത്, സൂസൈഡ് ചെയ്തിട്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് മേലെ ആൾക്കാർക്ക് അമേരിക്കൻ പീപ്പിൾ വരെ ട്രസ്റ്റ് പോയി. സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു നിഗൂഢമായ ഒരു വ്യക്തി ഒരു മരിക്കുക അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു സംഭവം നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ അതോട് അഴിയാൻ വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി പോകുന്നു വിചാരിച്ചിട്ട് പോയിണ്ടാവുന്ന വിചാരിക്കാൻ പറ്റില്ല ഈ സംഭവം ചെയ്തത്, മനസ്സിലായില്ല. അപ്പൊ അത് ഗവൺമെന്റ് മേലെ സന്ദേഹം പറഞ്ഞാൽ പുള്ളിയെ തമിഴ് വന്നില്ല, ഗവൺമെന്റ് മേലെ സംശയം കൊണ്ട് ആൾക്കാരെല്ലാവരും കൂടി അതിനെതിരെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ ഒരു പെർസെന്റേജ് ഫയൽ ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽസ് എന്ന സംഭവത്തിൽ ഒരു പെർസെന്റേജ് ഫയല് ഗവൺമെന്റ് റിവീൽ ചെയ്തിരിക്കുകയാണ്. ആ റിവീൽ ചെയ്തതിൽ 12,000 കേട്ടല്ല 12,000 സംതിങ് ഇതിന്റെ ഫയൽസ് കാര്യങ്ങൾ. അതൊരു ഇപ്പോൾ ഗവൺമെന്റ് റിവീൽ ചെയ്ത സൈറ്റിലോട്ട് കിട്ടല്ല, ആ സൈറ്റിന്റെ ലിങ്ക് കിട്ടുക ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പൊ ഒരു പെർസെന്റേജ് ഇത്ര പറഞ്ഞാൽ 20% ഇപ്പോ 100% പറയുന്ന സമയത്ത് ഏകദേശം 2 മില്യണോ 20 മില്യണോ സംതിങ് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് ഇല്ലാതെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കേട്ടോ. ആ ഫോട്ടോസ് കണ്ട ഇല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ ടെൻഷനാ പോകുന്നുള്ളത്, അങ്ങനത്തെ സംഭവമാണ്. എന്നെ ഫോട്ടോ പക്ക ആ കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യുക, കുട്ടികളെ ഇതൊക്കെ കണ്ടില്ല. പിന്നെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ആ ഒരു ഇതിലിപ്പോ 10 വയസ്സ് മുതൽ 20 വയസ്സുള്ള ആൾക്കാരാണ് കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരെന്നെ കുറച്ചുപേർ രക്ഷപ്പെട്ടവരൊക്കെ ഇതിന്റെ ഒരു ബൈറ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ബൈറ്റ് പറഞ്ഞാൽ ജസ്റ്റ് അത് ഞാനാണ് പറയുന്നുണ്ട്. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിയിൽ അവരുടെ ആ ചെറുപ്പത്തിലുള്ള ഫോട്ടോസും അവർ മുകളിലുള്ള ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അത് ഞാൻ വെക്കാം. This is me. This was me. This is me. When I met Jeffrey Epstein. This is me. When I met Jeffrey Epstein. ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല ഇത് പക്കാ 17, 14. പൈസ ഞാൻ എന്ത് ഞാൻ പറഞ്ഞില്ല ഇതിലൊക്കെ ഇത് ഭയങ്കരമായ രീതിയിൽ പ്രശ്നമില്ല. ഇതൊക്കെ ഇടപെട്ട് തന്നെ വേണം. മോൾ എന്നുള്ള രീതിയിൽ ഇടപെട്ടിട്ട് ഇതെന്താ സംഭവത്തിൽ പ്രശ്നത്തിൽ നോക്കണം. പിന്നെ മോദി അദ്ദേഹത്തിന്റെ ഫയലോട് ഡേറ്റിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൈം മിനിസ്റ്റർ അതൊരു ചെറിയ ക്ലിപ്പ് കിട്ടിയാണ്, അത് വെച്ച് നോക്കാം. അതിനിപ്പോൾ അത് അതിൽ തന്നെ ആണെന്ന് അറിയില്ല, ജസ്റ്റ് വെക്കാനല്ലേ വേണ്ടല്ലേ, അല്ലെങ്കിൽ വെക്കില്ലല്ലേ. സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സജഷൻ വരും ആ സംഭവം. ഇപ്പം ഞാൻ വെച്ച് പറഞ്ഞിപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും വന്നാലേ എന്തിനാണ് വെറുതെ ആ സംഭവം ഉണ്ടല്ലോ. നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു പണ്ടത്തെ ഒരു സംഭവം അവിടെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട്, അത് അവിടെ തന്നെയാണെന്നും അറിയില്ല ഇല്ലല്ലേ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഈ റിയാക്ട് ചെയ്ത എല്ലാവരും പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി കൂടി അതിലുണ്ട്, എന്ന് വെച്ചാൽ മോദി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അതാണെന്നുള്ളത് സംഭവം അറിയില്ല. അപ്പോൾ ഇതാണ് ഇയാളുടെ എപ്സ്റ്റൈൻ അല്ല എന്താണ് എന്താ ഇതിൻ്റെ കറക്റ്റ് പറയാം, എപ്സ്റ്റീൻ ഫയൽസ്. ഇതാണ് ഇയാളുടെ എപ്സ്റ്റീൻ ഫയൽസ്. അതിൽ 1% ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇയാളുടെ. അപ്പോൾ ആ ഒരു 100% വന്ന ശേഷം പുള്ളിക്കാരൻ പറഞ്ഞ 2 മില്യൺ അല്ലെങ്കിൽ 20 മില്യൺ അടുത്തുണ്ടാവും. സത്യം പറയുന്നത് എന്ന് വെച്ചാൽ പാർട്ടി എന്ന പേരിൽ ഡ്രഗ്സും ഈ പെമ്പിളേക്ക് യൂസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രൈവറ്റ് ഐലാൻഡിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ വേറൊരു പുള്ളിക്കാരൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ആ ഐലൻഡിലൊക്കെ പോയിട്ട് പറഞ്ഞു കേട്ടു, ആ ഐലാൻഡ് സൈഡൊക്കെ പോയിട്ട് അപ്പോഴേക്കും വൻ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പപറയുന്നില്ല. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം, അത് വെച്ച ശേഷം ബാക്കി പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ.